ഞാൻ ഈ ടോപ്പിക്കിനെ കുറിച്ച് ഈ ചാനലിൽ സംസാരിക്കണോ എന്ന് കുറേ ചിന്തിക്കുന്നു. അപ്പോഴാണ് ഇന്നലെ ബാഗി 4ന്റെ ടീസർ വന്നത്. പിന്നെ വയലൻസിനെ കുറിച്ച് സംസാരിക്കാൻ ഒരു കറക്റ്റ് സാഹചര്യം കിട്ടി. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എനിമലിൽ എനിക്ക് അഗ്രി ചെയ്യാൻ പറ്റാത്ത ഫാക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിലും ഒരു ഫിലിം മേക്കിംഗ് സെൻസിൽ എനിമൽ ഈസ് ഫൈൻ. കാരണം ഈ സിനിമ വരുന്ന ടൈമിലും ഈ വയലൻസ് ഉള്ള സിനിമകൾ ഒരു വലിയ ട്രെൻഡല്ല. പിന്നെ എങ്ങനത്തെ ആക്ഷൻ സെഗ്മെൻറ്റ്സ് കൊണ്ടുവരുന്നു എന്നതല്ല ആ സിനിമയുടെ മെയിൻ ഉദ്ദേശം. മോറോവർ ഒരു സ്റ്റോറി ഡ്രൈവൻ രീതിയിൽ കൊണ്ടുപോകുന്ന സിനിമയിൽ ഒരു സെക്കൻഡറി തിങ് ആയിരുന്നു ഇതിലെ ആക്ഷൻ സെറ്റ് പീസുകൾ. എന്നാൽ ഭയങ്കര വയലൻസ് എന്നത് ഈ സിനിമയിൽ കംപ്ലീറ്റ്ലി കൊണ്ടുപോയിട്ടൊന്നുമില്ല. ഒരു മോഡറേറ്റ് രീതിയിലാണ് കൂടുതലും അതിൽ കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ ആ ഒരു ക്ലോസിങ് സീക്വൻസ് ഒക്കെ എത്തുമ്പോഴാണ് വളരെ ഹൈയിൽ നിൽക്കുന്ന വയലൻസ് ഒക്കെ വന്നിട്ടുള്ളത്. എങ്കിലും എനിമലിന് ആ സിനിമയുടെ ആ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസൻ പ്രൊട്ടൻറ്റിങ് ടു ബി സംതിങ് എൽസ്. ആക്ഷൻ സെഗ്മെൻറ്റ്സും സ്റ്റോറി ടെല്ലിങ്ങും പാരലി ഒരുമിച്ച് കൊണ്ടുപോകുന്ന രീതിയിലായിരുന്നു കില്ലിൻ്റെ ഒരു പാറ്റേൺ. അതാണെങ്കിൽ വളരെ ബ്രൂട്ടലായി തോന്നിപ്പിക്കുന്ന ആക്ഷൻ സെഗ്മെൻറ്റ്സ്. ഒരു മൂവിങ് ട്രെയിനിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഇൻസിഡൻറ്റ് എന്ന് പറയുമ്പോൾ വളരെ ലിമിറ്റഡ് ആയൊരു ടൈം വെച്ചാണ് ഇതിലെ സ്റ്റോറി നടക്കുന്നത്. സോ ആ ഒരു സ്പേസിൽ ഒരു വയലൻ്റ് ആയൊരു ആക്ഷൻ ഫിലിം ചെയ്യുക എന്ന കാര്യത്തിൽ കില്ലിൻ്റെ എക്സിക്യൂഷൻ കിടിലമാണ്. ആ സിനിമ ഓഫർ ചെയ്യുന്ന കാര്യം അതിൽ ചെയ്യുന്നുണ്ട്. മാർക്കോ ഒരു ക്ലീശേ ഫീല് പലപ്പോഴും തന്നിരുന്നെങ്കിലും ഭയങ്കര വയലൻസ് എന്ന് പറഞ്ഞൊരു ആക്ഷൻ ഫിലിം മലയാളത്തിൽ കാണാത്തൊരു സംഭവമായിരുന്നു. ആ ഒരു പോയിൻ്റാണ് മാർക്കോയെ റെലവൻ്റ് ആക്കി നിർത്തിയത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ രണ്ട് സിനിമകളുടെയും ടീസർ കണ്ടിട്ട് വയലൻസിനെ ഇപ്പോൾ ഇവരെല്ലാവരും കൂടി കോമഡിയാക്കി മാറ്റുക എന്നൊരു തോട്ടിൽ എത്തി നിൽക്കുകയാണ് ഞാൻ. കാരണം അമ്മാതിരി അൺഇൻറ്റൻഷനലി ഫണ്ണിയായി തോന്നിപ്പിക്കുന്ന ടീസേഴ്സ്. ആൻഡ് ഈ രണ്ട് ടീസേഴ്സിലും എന്തിനോ വേണ്ടി തിളക്കുന്നൊരു സഞ്ജയ് ദത്തുണ്ട്. വേറെ കുറേ വെട്ടുകളികളും ഒപ്പം ഉണ്ട്. ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജയ് ദത്തിന് ഈ കണ്ട സിനിമകളിലൊക്കെ വെറുതെ ഈ വില്ലൻ റോള് ചെയ്ത് മടുക്കുന്നില്ല എന്നാണ്. അതവിടെ നിൽക്കട്ടെ, അതല്ല ഇപ്പോൾ വിഷയം. വെറുതെ കുറേ വയലൻസും ഗോറും കാണിച്ചാൽ സെല്ലാവും എന്നൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉള്ള പോലെയാണ് ഈ സിനിമകളുടെ ടീസേഴ്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. KDF പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കന്നഡ സിനിമകളിൽ ഒരു KGF ചെയ്തതിന് അതെന്നെ തിരിച്ചും മറിച്ചും ഒരു 3 കൊല്ലം ഓടിച്ചു വിട്ടതാണ്. ഇത്രയും കാലം ആക്രോബാറ്റിക് തലകുത്തിമറികളും ചെയ്തിട്ട് ഔട്ട്ഡേറ്റഡ് ആയപ്പോൾ ടൈഗർ ഷ്രോഫ് ഭാഗ്യ വെച്ച് വയലൻസും കയറിയിട്ടുണ്ട്. ഇതൊക്കെ എന്താവോ എന്തോ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വയലൻസും ബഡ്ജറ്റും കൊണ്ടുവന്നു എന്ന പേരിലല്ല അനിമൽ കിൽ മാർക്കും ഒക്കെ വർക്കായത്. ഈ സിനിമകൾക്ക് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഇതേ ട്രെൻഡ് കണ്ട് വന്നൊരു ഫിലിമാണ് ഹിറ്റ് 3. അതിലും ഈ വയലൻസ് എന്നത് അതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒപ്പം ഒരു ഗിമ്മിക്കാണെങ്കിലും അതൊക്കെ ഒരു മീറ്റർ പിടിച്ച് കൊണ്ടുപോകുന്ന കാരണം കുഴപ്പമില്ല. അനിമലൊക്കെ വരുന്ന സമയത്ത് ആക്ഷൻ സെഗ്മെൻറ്റ്സിൻ്റെ കേസിൽ അങ്ങനത്തെ ഒരു സിനിമ ഇന്ത്യയിൽ മുന്നേ സംഭവിച്ചിട്ടില്ല. സോ അതൊരു പുതുമയാണ്. എല്ലായ്പ്പോഴും ഈ പുതുമ വേണം എന്ന് ഞാൻ പറയില്ല, പക്ഷെ ചെയ്യുന്ന പരിപാടി വൃത്തിക്ക് ചെയ്യാൻ പറ്റണം, ഈ സിനിമകളൊക്കെ ചെയ്ത പോലെ. പക്ഷെ ഇവിടുത്തെ കുഴപ്പം എന്തെന്നാൽ എന്തെങ്കിലും വർക്കാവുന്നുണ്ട് എന്ന് കണ്ടാൽ പിന്നെ ആ പേരും പറഞ്ഞ് ഒട്ടും കൺവിക്ഷൻ ഇല്ലാത്ത എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്ന സിനിമകൾ വരും. ഇപ്പോൾ ബാഗി 4ൻ്റെ ടീസർ കാണുമ്പോഴും എനിക്ക് അതാണ് തോന്നിയത്. പ്രൊഡക്ഷൻ ഹൗസുകളും ഇപ്പോൾ ഇങ്ങനത്തെ ഓരോ ആക്ഷൻ സിനിമകൾ വരുന്നതിൽ റെസ്പോൺസിബിൾ ആണ്. ഇതിലെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അനിമൽ കണ്ടാൽ നമുക്കും ഒരു അനിമൽ എടുക്കണം എന്ന തോട്ടിലോട്ടാണ് മിക്കവരും പോവുക. അല്ലാതെ അനിമൽ വന്ന പോലെ നമുക്കും നമ്മുടേതായ ഒരു യൂണീക്ക് ഐഡൻറ്റിറ്റിയിൽ ഒരു ആക്ഷൻ ഫിലിം ചെയ്യണം എന്ന ഐഡിയയിലോട്ട് മിക്ക പ്രൊഡക്ഷൻ ഹൗസുകളും എത്തില്ല. അങ്ങനെ വരുമ്പോൾ ഒരു ട്രെൻഡ് തുടങ്ങി അത് എസ്റ്റാബ്ലിഷ് ആവുന്നതിന് മുന്നേ തന്നെ എല്ലാവരും കൂടി അത് സ്പോയിൽ ചെയ്യും. കാരണം ഒരാൾ മറ്റൊരു കില്ലോ മാർക്കയോ ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോൾ പാരലി ഇതേപോലെ ചിന്തിക്കുന്ന കുറേ പേര് ഉണ്ടാവും. ആൻഡ് ഇതിൻ്റെ ഒക്കെ ട്രെൻഡ് അവസാനിക്കുമ്പോഴാവും ഇതെല്ലാം കൂടി ഒരുമിച്ച് വരിക. ഇൻഫ്ലുവൻസ് വരുന്നതിലൊന്നും ഒരു പ്രോബ്ലം അല്ല, പക്ഷേ ഒരേ പ്രൊഡക്റ്റിൻ്റെ ചീപ്പ് വെർഷൻ എന്ന് തോന്നിപ്പിക്കുന്ന മറ്റൊരു പ്രൊഡക്റ്റ് വരുമ്പോൾ അത് അലമ്പാവും. ഇങ്ങനത്തെ ഓരോ അവസ്ഥകൾ വരുമ്പോൾ ഈ വയലൻസും ഗോറും നിറഞ്ഞ സിനിമകൾ പെട്ടെന്ന് ഔട്ട്ഡേറ്റഡ് ആവും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.